പെൺമയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ജീവൻ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ തന്നെ അയാളുടെ കർമ്മമേഖല നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാകും. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും വെല്ലുവിളികളും അതിജീവിച്ച് അയാൾ എങ്ങനെയും അവിടേക്ക് എത്തിച്ചേരും. ഇത്തരത്തിൽ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും കടമ്പകളും അതിജീവിച്ച് ജീവിതത്തിൻ്റെ വിജയം കൈവരിച്ച ഏതാനും സ്ത്രീരത്നങ്ങളെയാണ് പെൺമയിലൂടെ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കാറുള്ളത്. ഇന്നത്തെ പെൺമയിലും അത്തരത്തിലുള്ള ഒരു സ്ത്രീരത്നത്തെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. കാണാം പെൺമ. എൻ്റെ പേര് ശുഭ ഉണ്ണികൃഷ്ണൻ. ഞാനിവിടെ ഗൗരീശപട്ടത്ത് ജംഗ്ഷനിലായിട്ട് മഹിമ സ്റ്റിച്ചിങ് സെൻറ്റർ കം ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടൈലറിങ് സെൻറ്റർ നടത്തി വരികയാണ്. ഞാൻ ഈ ഡിസൈനിങ് ആൻഡ് ടൈലറിങ് ഫീൽഡിൽ വന്നിട്ട് ഏതാണ്ട് 15 വർഷത്തോളമായി. എൻ്റെ ഒരു സ്വന്തം താല്പര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചെറുപ്പം തൊട്ടേ എനിക്കിതിനോട് വളരെ താല്പര്യമായിരുന്നു. പക്ഷേ എൻ്റെ ഫാമിലി അറ്റ്മോസ്ഫിയറിൽ എന്നെ അതിനായിട്ടുള്ള പഠിക്കാനായിട്ട് വിട്ടിരുന്നില്ല. കാരണം ഞങ്ങളൊരു വലിയ ഫാമിലി ആയിരുന്നു, ഒത്തിരി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരെയും പഠിപ്പിച്ച് ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് അങ്ങനെയൊക്കെ ആക്കണം എന്നുള്ളതായിരുന്നു അച്ഛനമ്മമാരുടെ ആഗ്രഹം. അതിന് വിരുദ്ധമായിട്ട് അന്ന് പഠിക്കാൻ പോകാനുള്ള സാഹചര്യമായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയി തീർന്നു എന്ന് വേണം പറയാൻ. താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളൊന്നും പഠിക്കാനോ അതിനോടൊത്ത് പോകാനോ പറ്റിയില്ല. പക്ഷേ എന്നിട്ടും ഞാൻ ഈ പ്രൊഫഷൻ തന്നെ തിരഞ്ഞെടുത്തു. പക്ഷേ അതിൽ ഏകദേശം വിജയിക്കുകയും ചെയ്തു എന്ന് വേണം പറയാൻ. തുടക്കത്തിൽ വീട്ടിൽ തന്നെ ചെറിയൊരു സംരംഭമായിട്ടാണ് തുടങ്ങിയത്. 2 തയ്യൽക്കാരെ വെച്ചു. നൈറ്റി, അണ്ടർസ്കേർട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതിന് തന്നെ വളരെ ഡിമാൻഡായിരുന്നു. പിന്നീട് കുട്ടികളുടെ ഡ്രസ്സിലേക്ക് തിരിഞ്ഞു. ഡ്രസ്സുകൾക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. അതെൻ്റെ കോൺഫിഡൻസ് കൂട്ടുകയും പിന്നെ ബിസിനസ് വിപുലീകരിക്കാനായി തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഷോപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് 2001 കൂടുതൽ വർക്കേഴ്സിന് വെച്ച് കൂടുതൽ വർക്ക് എടുത്തു തുടങ്ങി. സ്കൂളുകളുടെയൊക്കെ യൂണിഫോംസ്, ഡാൻസ് കോസ്റ്റ്യൂംസൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് ബിസിനസ് കുറച്ചുകൂടി മെച്ചപ്പെട്ടു. നല്ല രീതിയിൽ എനിക്ക് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് കൂടുതൽ ലാഭത്തിനേക്കാളും ഞാൻ ജോബ് സാറ്റിസ്ഫാക്ഷനാണ് കൂടുതലും മീൻ ചെയ്യുന്നത്. പഠിക്കുമ്പോൾ തന്നെ തയ്യൽ പഠിക്കാൻ വലിയ താല്പര്യമായിരുന്നു. പക്ഷേ വീട്ടിലെ അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ തയ്യൽ അത്ര നല്ല തൊഴിലല്ല, മോശം തൊഴിലാണ് എന്നുള്ളൊരു വിചാരമായിരുന്നു അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തയ്യൽ പഠിക്കാൻ പോകട്ടെ എന്ന് ചോദിച്ചാൽ വിടാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത്, നീ വീട്ടിൽ അടുക്കള ജോലി പഠിക്ക്, ആരെങ്കിലും കല്യാണം കഴിച്ചുകൊണ്ട് നല്ലതുപോലെ വെച്ചു കൊടുക്കാൻ പഠിക്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനെ പഠിക്കാൻ പോകാനായിട്ട് പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ BSc കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിങ് എന്തെങ്കിലും പഠിക്കണം എന്നുള്ള താല്പര്യത്തിൽ MScക്ക് ചേരാതെ വീട്ടിൽ നിന്നു. പ്രതികരിച്ച് നോക്കി, പക്ഷേ വിട്ടില്ല. കാര്യം അന്ന് കേരളത്തിൽ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ പോകണമെന്ന് വെച്ചാൽ ബാംഗ്ലൂരോ മദ്രാസോ ബോംബെയോ ഒക്കെ വിട്ട് പഠിപ്പിക്കാനായിട്ട് അന്ന് വീട്ടിൽ നിന്ന് വിടത്തില്ലായിരുന്നു. അത് കാരണം വീണ്ടും MScക്ക് പോയി. പിന്നെ MSc ബോട്ടണി എടുത്തു. പിന്നെ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നീടാണ് കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന് എൻ്റെ ആഗ്രഹത്തിനോട് എതിർപ്പില്ലായിരുന്നു. പുള്ളി അനുകൂലിച്ചു. അതുകൊണ്ട് കുറച്ച് ബിസിനസ് വൈസായിട്ടല്ല, ഒരു ഹോബിയായിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും. പിന്നീട് അതൊരു ബിസിനസ്സായി അങ്ങ് മാറുകയായിരുന്നു. ഞാൻ തന്നെ അറിഞ്ഞില്ല ബിസിനസ് ആയത് എപ്പോഴാണെന്ന്. എന്നുവെച്ചാൽ ആ രീതിയിൽ അത് വികസിച്ചുകൊണ്ട് പോന്നു.
ഞാൻ എൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തുടങ്ങിയത് എൻ്റെ വീട്ടിലുള്ള മെമ്പേഴ്സിന് തന്നെയാണ്. സഹോദരങ്ങൾക്ക് കൂടുതൽ പേരുണ്ട്. അവരുടെ മക്കൾക്കും അവർക്കും ഒക്കെ വീട്ടിൽ ഫങ്ഷൻ വരുമ്പോഴും ഒക്കെ ധാരാളം ഡ്രസ്സുകൾ എല്ലാവർക്കും ഉള്ളത് ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. പ്രൊഫഷണലായിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തു വന്നിരുന്നു. അത് ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിൽ നിന്ന് എനിക്കൊരു കോൺഫിഡൻസ് കൂടുകയും ചെയ്തു. ഷോപ്പിൽ കൂടുതലായിട്ടും ചെയ്യുന്നത് സ്കൂൾ പ്രോഗ്രാംസിൻ്റെയൊക്കെ വർക്കുകളാണ്. അങ്ങനെ 2005 തൊട്ട് ഞാൻ ഏതാണ്ട് സിറ്റിയിലുള്ള മിക്കവാറും സ്കൂളുകളുടെ സ്കൂൾ ഡേയ്സിൻ്റെ വർക്ക്, ആനുവൽ പ്രോഗ്രാമിൻ്റെ വർക്കുകൾ, യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വർക്കുകൾ ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ ഒരു സ്കൂൾ പ്രോഗ്രാം വർക്കിലാണ് ഞാൻ സജന മാമിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ സജനയ്ക്ക് എൻ്റെ ഡ്രസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് അന്ന് മുതൽ പിന്നെ സജനയുടെ എല്ലാ പ്രോഗ്രാംസിനും ഉള്ള കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്തിരുന്നതും തയ്ച്ചു കൊടുക്കുന്നതും ഞാൻ തന്നെയാണ്. അതിൽ ധാരാളം റിയാലിറ്റി ഷോസിലൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. മിക്കവാറും പല ചാനലിൻ്റെയും വർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കൂൾ പ്രോഗ്രാമിൻ്റെ വർക്കും എടുത്താൽ സമയത്ത് ചെയ്തു കൊടുക്കുകയും അതുപോലെ പെർഫെക്ഷൻ, കുറച്ച് നല്ല പെർഫെക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ അളവിലൊന്നും വലിയ കംപ്ലൈൻറ്റ് വരാറില്ല. അതൊക്കെ കൊണ്ട് അവർക്കും എന്നെ വലിയ വിശ്വാസമാണ്. എനിക്ക് പിന്നീട് എല്ലാ വർഷവും തുടർച്ചയായിട്ട് അവർ വർക്ക് തരുന്നുണ്ട്. മാത്രമല്ല വർഷം കഴിയും തോറും കൂടുതൽ സ്കൂൾക്കാർ എന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് പേപ്പറിലൊന്ന് ഉണ്ടായിരുന്നു, എന്നെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും കൂടുതൽ എൻക്വയറീസ് വരുന്നുണ്ട്, വർക്ക് കൂടുതൽ വരുന്നുണ്ട്. പിന്നെ വർക്ക് കൂടുതൽ വന്നാൽ ഇപ്പം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ സാഹചര്യത്തിലിപ്പോൾ വീണ്ടും ഡെവലപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. വർക്കേഴ്സിനെ കിട്ടാൻ പ്രയാസമാണ്. ട്രെയിൻഡ് വർക്കേഴ്സ് ഇല്ല. കാര്യം ഈ തയ്യൽ എന്ന് പറയുന്ന പ്രൊഫഷൻ വളരെ മോശമായ ഒരു പ്രൊഫഷനായിട്ടാണ് ഇപ്പോഴും പലരും കണ്ടുവന്നിരിക്കുന്നത്. അത് കാരണം തന്നെ കുട്ടികളെ ഇപ്പോൾ തയ്യൽ പഠിക്കാൻ അധികം ആൾക്കാർ വിടാറില്ല. ആരും തയ്യൽ പഠിക്കുന്നില്ല. ലേഡീസ് ആയാലും ജെൻസ് ആയാലും തയ്യൽ പഠിക്കുന്നവർ കുറവാണ്. ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നതാണ് ഒരു സ്റ്റൈല്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് എല്ലാവരും തയ്യൽ പഠിക്കാനൊക്കെ താല്പര്യം കാണിച്ചിരുന്നു. ഇപ്പോൾ ആൾക്കാരില്ല കിട്ടാനായിട്ട്. ഉള്ളവരെ കൊണ്ട് മാക്സിമം ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി. കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല എല്ലാ പ്രതിസന്ധികളും എല്ലാ കടമ്പകളും അതിജീവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വനിതകളെ ഞങ്ങൾ കണ്ടുപിടിച്ച് പെൺമയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്, നിങ്ങൾക്ക് ഒരു മാതൃകയാകാൻ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്നത്തെ വനിതയുടെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ഈ കടയിൽ ഇപ്പോൾ 2 സെക്ഷനായിട്ടാണ് പ്രവർത്തിച്ച് വരുന്നത്. ഒരു സെക്ഷൻ ലേഡീസിൻ്റെയാണ്, പിന്നെ ഒരു സെക്ഷൻ ജെൻസിൻ്റെ. മൊത്തത്തിൽ 16 വർക്കേഴ്സുണ്ട്. അതിൽ 2 പേര് കട്ടേഴ്സാണ്, കട്ടിംഗ് മാസ്റ്റേഴ്സാണ്, 2 പേര് ഹെൽപ്പേഴ്സാണ്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ടൈലറിങ് വർക്ക്സാണ് ചെയ്യുന്നത്. എല്ലാവരും എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ കട തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഒപ്പം കൂടുതൽ ഉള്ളവർ തന്നെയാണ് ഇപ്പോഴും കൂടുതലും ഉള്ളത്. പിന്നെ കുറച്ച് പേരൊക്കെ മാറിപ്പോയി, വേറെ ഷോപ്പ് തുടങ്ങി. അങ്ങനെയൊക്കെ അതിന് വേണ്ട ഹെൽപ്പും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ വർക്കേഴ്സിൻ്റെ എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിൻ്റെ ഒരു സഹകരണം കൊണ്ടാണ് നമുക്ക് ഈ കട മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അവരുടെ ആത്മാർത്ഥതയും അവരുടെ സമയം പോലും നോക്കാതെ ഉള്ള അവരുടെ ജോലിയും ഒക്കെ കൊണ്ടാണ് പറഞ്ഞ സമയത്തിന് കൊടുക്കാനൊക്കെ പറ്റുന്നത്. കാര്യം അവർ സഹകരിച്ചില്ലെങ്കിൽ എനിക്ക് സമയത്ത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ എവിടെ നിന്ന് വർക്ക് എടുത്താലും അത് സമയത്ത് കൊടുക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അത് ടൈം ലിമിറ്റ് നമ്മൾ പാലിച്ചില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അവരുടെ അടുത്ത് സമയത്ത് കൊടുത്തില്ലെങ്കിൽ അവരുടെ പല പരിപാടികളും മുടങ്ങും. അപ്പോൾ അതിന് വർക്കേഴ്സിൻ്റെ സഹകരണം. ഇപ്പോൾ ശരിക്കും ഇവരെല്ലാം എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പോലെ തന്നെയാണ്. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ സഹകരിക്കുകയും അവരെൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും തിരിച്ച് സഹകരിക്കുകയും അങ്ങനെ ഒരു കുടുംബം പോലെയാണ് ഞങ്ങളിവിടെ കടയിൽ നമ്മൾ കഴിഞ്ഞു വരുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്.
ആദ്യം ലേഡീസിൻ്റെ വർക്കാണ് കൂടുതൽ ഇവിടെ ചെയ്തു തുടങ്ങിയിരുന്നത്. പിന്നീട് യൂണിഫോമിൻ്റെയൊക്കെ വർക്ക് വന്നപ്പോഴത്തേക്ക് ജെൻസ് വർക്കേഴ്സ് കുറേ പേര് വന്നു. അവരാണ് കൂടുതലും യൂണിഫോമിൻ്റെ വർക്കും ഡാൻസിൻ്റെ വർക്കും ചെയ്യുന്നത്. പിന്നെ ഇവിടെ എട്ട് പേരോളം ഉണ്ട്. അവർ കൂടുതലായിട്ട് എംബ്രോയ്ഡറി വർക്ക്സ് ചെയ്യുന്നുണ്ട്. സാരിയിലൊക്കെ എംബ്രോയ്ഡറി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാരിയിൽ, ചുരിദാറിൽ, ഫ്രോക്കിലൊക്കെ എംബ്രോയ്ഡറി വർക്ക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇവിടെ ഓർഡർ എടുത്തുള്ള വർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് തുണി ഉൾപ്പെടെയുള്ള ഓർഡർ എടുത്തിട്ട് നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയും ഉണ്ട്. അതായത് നമ്മളൊരു കൊട്ടേഷൻ പോലെ റേറ്റ് ഇട്ട് വർക്ക് എടുത്തിട്ട് നമ്മൾ തുണി വാങ്ങി നമ്മൾ ചെയ്തു കൊടുക്കും. ആ രീതിയിലുള്ള വർക്കും ബൾക്കായിട്ട് എടുത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം യൂണിഫോംസ് കൂടാതെ ഹോസ്പിറ്റലുകളിലുള്ള കോട്ടിൻ്റെയൊക്കെ വർക്കുകൾ, ഹോസ്പിറ്റൽ തിയേറ്റർ ഡ്രസ്സുകൾ, അങ്ങനെയൊക്കെ ഉള്ള വർക്കുകളും ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ തയ്യൽ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു പ്രൊഫഷനാണ്. പ്രത്യേകിച്ച് കുറച്ച് ഡിസൈനിങ്ങിലും വരയ്ക്കാനും ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിനായി മുന്നോട്ട് വന്നാൽ നല്ല വിജയം നേടും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ സ്ത്രീകൾ ഈ രംഗത്തോട്ട് അധികം വന്ന് കാണുന്നില്ല. കാരണം ഇപ്പോൾ ആരും പഠിക്കാനും അധികം താല്പര്യം കാണിക്കുന്നില്ല. പിന്നെ ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞ് കോഴ്സുകൾ പഠിക്കുന്നെങ്കിലും അവരാരും ഒരു ആപ്ലിക്കേഷൻ സൈഡിലേക്ക് വരുന്നില്ല. കാരണം വരച്ചാൽ മാത്രം പോരാ, അത് അപ്ലൈ ചെയ്ത് തയ്ച്ച് കൊണ്ടുവരണം. അപ്പോൾ തയ്യൽ അറിയാവുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് വീട്ടിലിരുന്നാലും ചെയ്ത് വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു തൊഴിലാണ്. അപ്പം കട്ട് ചെയ്യാനൊന്നും അറിയണമെന്നില്ല. വീട്ടിൽ കട്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി തയ്ച്ചുകൊണ്ട് വരുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു നല്ല വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ കൂടുതൽ സ്ത്രീകൾ ഇതിലേക്ക് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഹസ്ബൻഡ് ബി ഉണ്ണികൃഷ്ണൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ എംപ്ലോയി ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ DGM ആണ്. അവരുടെ സ്റ്റാഫ് ട്രെയിനിങ് കോളേജിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ 2 കുട്ടികളാണ്. മൂത്തത് മകള്, അവൾ ദിവ്യ ഉണ്ണികൃഷ്ണൻ. അവൾ ബാംഗ്ലൂർ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. സ്ട്രൈഡ്സ് അക്രോലാബ് എന്ന കമ്പനിയിൽ സീനിയർ സയൻറ്റിസ്റ്റാണ്. രണ്ടാമത്തെ മകനാണ്. അവൻ ജർമ്മനിയിൽ PG ചെയ്യുകയാണ്. പ്രൊഡക്ഷൻ ആൻഡ് ലോജിസ്റ്റിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് MS ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും എനിക്ക് നല്ല സപ്പോർട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നതിന്. പിന്നെ കുട്ടികളുടെ അഭാവത്തിൽ ഇപ്പോൾ എൻ്റെ ഫുൾ കോൺസെൻട്രേഷനും ഷോപ്പിൽ തന്നെയാണ്. അതുകൊണ്ട് ബിസിനസ് കാര്യങ്ങളിൽ കൂടുതൽ ഞാൻ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ ജോലിയായിട്ട് എൻഗേജ്ഡ് ആണ്. പിന്നെ ഹസ്ബൻഡ് 100% എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എല്ലാ കാര്യത്തിനും തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടാണ് പ്രധാനം. കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ തമ്പാനൂർ താമസമായപ്പോൾ ഞാൻ അവർ ട്യൂട്ടോറിയൽ കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ 16 വർഷം ഞാൻ ലെക്ചറായിട്ട് വർക്ക് ചെയ്തു. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബോട്ടണിയാണ് പഠിപ്പിച്ചത്. എൻട്രൻസ് കോച്ചിങ്ങും മറ്റും ട്യൂഷൻ ക്ലാസ്സസും പ്രാക്ടിക്കൽ ക്ലാസ്സസും എല്ലാം മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 കുട്ടികളായി അവരെ സ്കൂളിൽ അയച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടി. ഫ്രീ ടൈം യൂസ് ചെയ്ത് ഒരു ഹോബിയായിട്ട് തയ്യൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒത്തിരി പേർക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവരുടെ കൂടുതൽ അഡ്മിറേഷൻ എൻ്റെ കോൺഫിഡൻസ് കൂട്ടുകയും അതൊരു ചെറിയ ബിസിനസ്സായി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഫാമിലി മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളെ സ്കൂളിൽ വിടണം, രാവിലെ എണീറ്റാൽ അടുക്കള ജോലി, കുട്ടികളെ സ്കൂളിൽ വിടുക, അവരുടെ കാര്യം നോക്കുക, പിന്നെ വീട്ടിൽ അവർ തിരിച്ചു വന്നു കഴിയുമ്പോൾ അവരുടെ പഠിത്തം നോക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. അന്നേരം വീട്ടിൽ തന്നെ ആയിരുന്നു ബിസിനസ്. അതിനുശേഷം പിന്നെ കുട്ടികൾ കുറച്ച് വലുതായി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഷോപ്പ് എടുത്ത് മാറിയത്. അവരുടെ പഠിത്തത്തിനെ ഒന്നും ബാധിക്കാത്ത രീതിയിലെല്ലാം ഒരുപോലെ കൊണ്ടുപോകാനുള്ളൊരു ഒരു കഴിവ് എന്നിലുണ്ടായിരുന്നു. അതുകൊണ്ടാവണം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ അവർ രണ്ടുപേരും പഠിച്ചു. അങ്ങനെ കടയും നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം.